കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർവിൽ കാണാൻ എല്ലാവർക്കും സാധിക്കില്ല. ഉണർവിൽ കാണുന്നത് ഒരു പ്രാവശ്യമെങ്കിലും സ്വപ്നത്തിൽ കണ്ടവരാണ് എന്ന്. കാരണം മർആനി ഫിൽ മനാമി ഫസയറാനി യഖലതൻ, ഒരാൾ എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ അതൊരു കണ്ടീഷൻ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഫസയറാനി യഖലതൻ, പിന്നീട് അവൻ എന്നെ ഉണർവിൽ കാണുന്നതാണ്. അതിൽ കർമ്മശാസ്ത്രത്തിൻ്റെ തത്വങ്ങളനുസരിച്ച്, പൊതു നിയമമനുസരിച്ച് അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അതിൻ്റെ ധ്വനി എന്ന് പറഞ്ഞാൽ മഫ്ഹൂമു മുഖാലഫ എന്ന് പറയും. മഫ്ഹൂമു മുഖാലഫ അനുസരിച്ച്, മഫ്ഹൂമു മുഖാലഫ എന്ന് പറഞ്ഞാൽ എന്നെ സ്വപ്നത്തിൽ കണ്ടവർ ഉണർവിൽ കാണുന്നതാണ് എന്ന് പറയുമ്പോൾ സ്വപ്നത്തിൽ കാണാത്തവർ ഉണർവിൽ കാണില്ല. സ്വപ്നത്തിൽ കാണാത്തവർ ഉണർവിൽ കാണില്ല എന്നും അതിൻ്റെ അർത്ഥമാണ്. അത് അങ്ങനെ അർത്ഥം വെക്കുന്നത് തെളിവാണ്. ഒരു വാക്കൊരാൾ പറഞ്ഞാൽ ആ വാക്കിന് അങ്ങനെ ഒരു അർത്ഥം കൊടുത്തുകൊണ്ട് തെളിവ് പിടിക്കുന്നത് ശരിയായ തെളിവ് പിടിക്കലാണ് എന്നാണ് പണ്ഡിതന്മാരുടെ തീരുമാനം, നിലപാട്. അതിൽ നിന്ന് തന്നെ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം സ്വപ്നത്തിൽ കാണാത്തവർ ഉണർവിൽ കാണില്ല. അങ്ങനെ അതിനർത്ഥമില്ല എന്ന് പറയണമെങ്കിൽ വേറൊരു തെളിവ് ആവശ്യമാണ്. വ്യക്തമായ വേറൊരു ഹദീസ് തെളിവ് ആവശ്യമാണ്. ആ തെളിവ് ഉണ്ടാകുമ്പോൾ ഇങ്ങനെ അർത്ഥം വെക്കാൻ പറ്റില്ല എന്ന് നാം മനസ്സിലാക്കും. അപ്പോൾ നേരത്തെ നാം ഉണർത്തിയിട്ടുണ്ട്, ചിലരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കാണാതെ ഉണർവിൽ കണ്ടു എന്ന് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന് 2-3 സാധ്യതകൾ നാം അതിനെക്കുറിച്ച് പറഞ്ഞു. ഒന്നുകിൽ കണ്ടത് ജിന്നിനെയോ ശൈത്വാനിനെ ഒക്കെ സ്ത്രീകളുടെ അടുത്തേക്ക് അങ്ങനെയൊക്കെ വരും. അല്ലെങ്കിൽ സ്ത്രീയും നല്ലൊരു പുരുഷനാണ് കണ്ടത് എന്ന് വെക്കുക, നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു ആലിമാണ് കണ്ടത് എന്ന് ഉണർവിൽ കണ്ടു എന്ന് ഒരു ആലിമിനാ തോന്നിയത് എന്ന് വെക്കുക. അദ്ദേഹം ഒരിക്കലും സ്വപ്നത്തിൽ കണ്ടിട്ടുമില്ല. എന്നാൽ അവിടെ ചോദിക്കാനുണ്ട്, കണ്ടത് റസൂലുള്ളാഹിയുടെ അതേ രൂപത്തിലാണോ എന്ന്. റസൂലുള്ളാഹിയുടെ അതേ രൂപത്തിലല്ലെങ്കിൽ മനസ്സിക്ക് തോന്നിയതുകൊണ്ട് ഒരിക്കലും ഉണർവിൽ കാണുന്നതിനെ കുറിച്ച് അത് റസൂലുള്ളാഹിയാണെന്ന് പറയാൻ പറ്റൂല എന്നാണ് നമ്മൾ നേരത്തെ സമർത്ഥിച്ചത്, പറഞ്ഞത്. അപ്പോൾ റസൂലുള്ളാഹിയുടെ അതേ രൂപം, ഹദീസിലൊക്കെ പറയുന്ന അതേ രൂപത്തിൽ ഒരാൾ ഉണർവിൽ കണ്ടു എന്ന് തോന്നി, അദ്ദേഹം ആണെങ്കിൽ സ്വപ്നത്തിൽ കണ്ടിട്ടില്ല. അങ്ങനെയും ഒരു സാധ്യത ഉണ്ട്. പക്ഷേ ആ കാഴ്ച എന്ത് കാഴ്ചയാണ്? ആ ദർശനത്തിന് പറയുക അതൊരു സാങ്കല്പിക ദർശനമാണ്, യഥാർത്ഥ ദർശനമല്ല. എന്ന് പറഞ്ഞാൽ വല്ലാതെ മഹബത്തുള്ള ആളുകൾക്ക് ഈ ഒരു ഹിസ്ബി അധ്യായത്തിൻ്റെ അവസാനം അത് പറഞ്ഞിട്ടാണ്, ആ ഒരു ദർശനത്തെക്കുറിച്ച് വിവരിച്ചിട്ടാണ് ഇത് അവസാനിപ്പിക്കുന്നത്. മനസ്സിൽ വല്ലാതെ മഹബത്ത് നിറഞ്ഞു നിൽക്കുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് ഓതുമ്പോഴും സ്വലാത്ത് ചൊല്ലുമ്പോഴും ഒക്കെ റസൂലുള്ളാഹി എന്നെ കാണുന്നുണ്ട് എന്നുള്ള ചിന്തയിലാണ് അവർ. സ്വാഭാവികമായിട്ടും എന്നെ കാണുന്നു, എന്നെ ശ്രവിക്കുന്നു എന്നുള്ള ചിന്തയിലാണ് ആഷിഖീങ്ങളൊക്കെ മുഹിബ്ബീങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ദിക്ർ ചൊല്ലുമ്പോഴും ഖുർആൻ ഓതുമ്പോഴൊക്കെ അങ്ങനെ അവർ സങ്കല്പിക്കും. അങ്ങനെ ആ ഒരു ചിന്ത മനസ്സിൽ അങ്ങ് നിറയുമ്പോൾ അവരുടെ മനസ്സിൽ റസൂലുള്ളാഹിയെ കുറിച്ച് കിതാബെന്നൊക്കെ മനസ്സിലാക്കിയ ഒരു സങ്കല്പം ഉണ്ടല്ലോ, ആ രൂപം, ആ സങ്കല്പത്തിലുള്ള രൂപം അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതായി തോന്നും. അങ്ങനെ ഒരു കാഴ്ച ഉണ്ട്, ദർശനമുണ്ട്. അത് വലിയ മഹബത്തുള്ളവർക്കാണ് അത് ഉണ്ടാവുക. പക്ഷെ അതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ഉണർവിൽ കണ്ടു എന്ന് പറയാൻ പാടില്ല. അങ്ങനെ തോന്നിയാലും കണ്ടു എന്നതിന് പറയൂല്ല. അങ്ങനെയുള്ള സാധ്യതകളാണ് സ്വപ്നത്തിൽ കാണാതെ ഉണർവിൽ കണ്ടു എന്ന് പറയുന്നവരെ കുറിച്ച്, പറഞ്ഞതിനെക്കുറിച്ച് നമുക്ക് വിവരിക്കാനുള്ളത്. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ ഹബീബിക്കൽ അളം വഅലാ ആലിഹി മാ ദാമൽ മലവാൻ الذي قال عنه الأئمة من أقوى أسباب رؤياه التحبب إليه بدوام ذكره ومدحه والصلاة والسلام في خضعان
വബിത്തഖ്വാ ഫിസ്സിർരി വൽ ഇഅ്ലാൻ. ഇന്ന് നമ്മുടെ സംസാരം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കാണാത്ത ധാരാളം ആളുകളുണ്ടല്ലോ. സ്വപ്നം കണ്ടവർക്ക് തന്നെ അത് തികഞ്ഞിട്ടില്ല. മുത്തനബിയെ ഇനിയും സ്വപ്നം കാണണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അങ്ങനെ ഉണ്ടാവാനും പാടുള്ളൂ. തിരുനബിയെ സ്വപ്നം കണ്ട് തികഞ്ഞു എന്ന് ഒരിക്കലും കരുതുന്നവൻ അവൻ്റെ നിലപാട് ശരിയല്ല. അപ്പോൾ എന്താണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കാണാനുള്ള വഴി? അതിന് വല്ല വഴിയുണ്ടോ? വല്ലതും ചെയ്യാൻ പറ്റുമോ? അതിനെക്കുറിച്ചാണ് പറയുന്നത്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ ഹബീബിക്കൽ ആദം. അള്ളാഹുവേ, നിൻ്റെ ഏറ്റവും പരമോന്നതനായ സ്നേഹി, നിൻ്റെ മെഹബൂബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിൻ്റെ സ്വലാത്തും സലാമും ബറക്കത്തും ചെയ്യണേ. ഹബീബുക്കൽ ആദം സ്വലാത്താണിത്. ഹബീബുൽ ആദം സ്വലാത്ത്, ഹബീബുൽ ആദം സ്വലാത്ത്. ആ ഹബീബുൽ ആദം എന്നുള്ള വാക്കിൽ മൗലിദുൽ ഹുസ്നൈനിയിൽ പറഞ്ഞ എല്ലാ സവിശേഷതകളും എല്ലാ മഹിമകളും അതിൽ പെട്ടിട്ടുണ്ട്. അൽ ഹബീബുൽ ആദം എന്നുള്ള വാക്കിൽ പെട്ടിട്ടുണ്ട്. അൽ ഹബീബുൽ ആദം എന്ന് റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പെട്ടു. മൗലിദുൽ ഹുസ്നൈനിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ പറഞ്ഞത് കയ്യിൽ പെട്ടു. അതാണ് ആ സ്വലാത്ത് ഇതിൽ എപ്പോഴും ആവർത്തിക്കുന്നത്. വഅലാ ആലിഹി മാദാമൽ മലവാൻ അല്ലദീ ഖാല അന്നുൽ അഇമ്മതു. തിരുനബിയെക്കുറിച്ച് ഇമാമിങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അഹ്മദ് ബനീസ് റഹിമഹുല്ലാ ഹംസിയയുടെ വ്യാഖ്യാനത്തിൽ അൽ കവാക്കിബു ദുർരിയ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ പറഞ്ഞതായി കാണാം. എന്ത്? മിൻ അഖ്വാ അസ്ബാബി റുയാഹു അത്തഹബ്ബുബു ഇലൈഹി ബിദവാമി ദിക്രിഹി. റസൂലുള്ളാഹിനെ സ്വപ്നം കാണാനുള്ള ഏറ്റവും ശക്തമായ കാരണം, സ്വപ്നം കാണാനുള്ള ഏറ്റവും ഫലവത്തായ വഴി അത്തഹബ്ബുബു ഇലൈഹി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം നാം കൈവരിക്കലാണ്. നാം തിരുനബിയിലേക്ക് ഇഷ്ടപ്പെട്ട ആളാകുക. അത്തഹബ്ബുബു ഇലൈഹി എന്നാ പറഞ്ഞത്. തിരുനബിക്ക് നാം ഇഷ്ടപ്പെട്ട ആളാകുക എന്ന് പറഞ്ഞാൽ തിരുനബിൻ്റെ പൊരുത്തം നാം കൈവരിക്കാൻ ശ്രമിക്കുക. അതിനെന്താ വഴി? എങ്ങനെ തിരുനബിയുടെ പൊരുത്തം കൈവരിക്കൽ? തിരുനബിയുടെ പൊരുത്തം കൈവരിച്ചവരൊക്കെ തിരുനബിയെ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഒക്കെ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായ സ്വപ്നം കണ്ടവരൊക്കെ തിരുനബിയുടെ പൊരുത്തം കൈവരിച്ചവരായിരിക്കും ഏതെങ്കിലും ഒരു വഴിയിലൂടെ. എങ്ങനെയാണ് തിരുനബിയുടെ പൊരുത്തം കൈവരിക്കൽ? ബിദവാമി ദിക്രിഹി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരാമർശം, തിരുനബിയെക്കുറിച്ചുള്ള പറച്ചിൽ, തിരുനബിയെ ഓർക്കുക, പറയുക, അത് പതിവായി നടക്കൽ കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകുക. തിരുനബിയെക്കുറിച്ച് ഓർക്കലും പറയലും. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ, നമ്മുടെ മക്കളോടും ഭാര്യമാരോടും നമുക്ക് ഇഷ്ടപ്പെട്ടവരോടൊക്കെ നമ്മളെ ചുറ്റുപാടുള്ളവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് തിരുനബിയുടെ മഹിമയാണ്, തിരുനബിയുടെ മഹത്വം, തിരുനബിയുടെ റഹ്മത്തിൻ്റെ വലുപ്പം, തിരുനബിയുടെ ഖിസ്സകൾ. അപ്പോൾ തിരുനബിയെ എപ്പോഴും സ്മരിക്കുക, പറയുക. മദ്ഹിഹി, തിരുനബിയുടെ മദ്ഹ് ചൊല്ലുക, മദ്ഹ് രചിക്കുക. തിരുനബിയുടെ മദ്ഹ് 2 വരി ഒരാൾ എഴുതി അത് പ്രസിദ്ധീകരിക്കാൻ നിർബന്ധമൊന്നുമില്ല. തിരുനബിയെ കുറിച്ച് 2 വരി എഴുതിയാൽ അത് ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിക്കേണ്ട ആവശ്യമില്ല, യൂട്യൂബിൽ പ്രസിദ്ധീകരിക്കേണ്ട ആവശ്യമില്ല, അത് വാട്സപ്പിലൂടെ ഗ്രൂപ്പിലൂടെ ഒക്കെ പ്രസിദ്ധീകരിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മളും മുത്തുനബി ആയിട്ടുള്ള ഒരു ബന്ധം, ഒരു രഹസ്യ ബന്ധമാണ്. അത് മറ്റുള്ളവരെ അറിയിക്കൽ നിർബന്ധമില്ല. ചിലപ്പോൾ മറ്റുള്ളവരെ അറിയിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ആ ഇഖ്ലാസ് നഷ്ടപ്പെട്ട് അതിൽ റിയാ ഒക്കെ വന്ന് അത് വാത്തുലാവും ചെയ്യും, നിഷ്ഫലാവും ചെയ്യും. അപ്പോൾ തിരുനബിയെ മദ്ഹ് എന്ന് പറഞ്ഞാൽ മദ്ഹിൻ്റെ കൂട്ടത്തിൽ, മദ്ഹിൻ്റെ രൂപത്തിൽ ഏറ്റവും വലിയ ഫലവത്തായത് നാം തന്നെ മുത്തുനബിയെ കുറിച്ച് മദ്ഹ് രചിക്കുക, മുത്തുനബിയെ കുറിച്ച് കവിത എഴുതുക, മുത്തുനബിയെ കുറിച്ച് നാം പുസ്തകം എഴുതുക, നാം തന്നെ എഴുതുക, രചന തന്നെ നമ്മുടെ ഭാഗത്തു നിന്നാകുക. അതിന് കൂടുതൽ ഫലവും പ്രതിഫലവുമുണ്ട്. രണ്ടാമത്തെ രൂപം
വേറെ ഒരാൾ എഴുതി വെച്ച മദ്ഹ് അത് നാം ചൊല്ലുക. അത് അക്കൂട്ടത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടപ്പെട്ടതായി അടയാളപ്പെടുത്തിയ മദ്ഹുകൾ ഉണ്ടാവും. മുത്തുനബിയുടെ സ്വീകാര്യത ലഭിച്ച മദ്ഹുകൾ. ആ മദ്ഹുകൾ കൂടുതൽ സെലക്ട് ചെയ്യുക, തിരഞ്ഞെടുക്കുക. ബുർദത്തു ഷരീഫത്ത് മുത്തുനബിയുടെ സ്വീകാര്യത ലഭിച്ച മദ്ഹാണെന്ന് ഇതിലേക്ക് തെളിവുള്ള മദ്ഹാണത്. അതുപോലെ ബാനത്ത് സുആദ്, അത് ചെറിയ മദ്ഹാണ്, മുത്തുനബിയുടെ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്. അതിന് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹുകൾ, അത് മുത്തുനബിയുടെ സ്വീകാര്യത ലഭിച്ച മദ്ഹാണ്. മൗലിദുൽ ഹുസ്നൈനി, അതും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വീകാര്യത ലഭിച്ച മദ്ഹാണ്, മൗലിദാണ്. പക്ഷേ മൗലിദുൽ ഹുസ്നൈനിയെ എപ്പോഴും നാം മുന്നിക്ക് വെക്കുന്നത് അത് ഈ സ്വീകാര്യത ലഭിച്ചു എന്ന് മാത്രമല്ല മൗലിദുൽ ഹുസ്നൈനിൻ്റെ പ്രത്യേകത. മുത്തുനബിയുടെ സ്വീകാര്യത ഉണ്ട്, മുത്തുനബിക്ക് ഇഷ്ടപ്പെട്ട മൗലിദായിട്ട് അടയാളപ്പെടുത്തിയ മൗലിദാണ് എന്ന് മാത്രമല്ല മൗലിദുൽ ഹുസ്നൈനിൻ്റെ പ്രത്യേകത. അതിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മറ്റ് മൗലിദുകളിൽ നിന്നും പറയാത്ത വലിയ ആശയം, മുത്തുനബിയെ മഹത്വപ്പെടുത്തുന്ന, മഹത്വവൽക്കരിക്കുന്ന വലിയ ആശയം മൗലിദുൽ ഹുസ്നൈനിൽ ഉണ്ട് എന്നതാണ് മൗലിദുൽ ഹുസ്നൈനിൻ്റെ പ്രത്യേകത. ആ വലിയ ആശയം മുത്തുനബിയോട് തന്നെ, മുത്തുനബി കേൾക്കാൻ വേണ്ടി മുത്തുനബിയോട് തന്നെ നമ്മൾ പറയുന്നത്. അപ്പം അങ്ങനെ മദ്ഹ് എത്രയോ ആളുകൾ മൗലിദുൽ ഹുസ്നൈനി ചൊല്ലിയിട്ട് മുത്തുനബിയായിട്ട് അടുപ്പം കിട്ടിയ ആളുകളുണ്ട്. മുത്തുനബിയെ സ്വപ്നം കണ്ടവരുണ്ട്, അത് മുത്തുനബിയോടുള്ള അടുപ്പത്തിൻ്റെ അടയാളാണ്. മറ്റൊന്ന് സ്വപ്നം കണ്ടിട്ടില്ലെങ്കിലും അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറി, പല ആവശ്യങ്ങളും മൗലിദുൽ ഹുസ്നൈനി ചൊല്ലിയിട്ട് നിറവേറിയവരുണ്ട്. അത് മുത്തുനബിയോട് അടുപ്പുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണല്ലോ അത്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കാണാനുള്ള വഴി എപ്പോഴും മുത്തുനബി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം ആവുക, മുത്തുനബിയെ ഓർക്കുക. അവിടുത്തെ സ്വലാത്ത് ചൊല്ലല് മുത്തുനബിയെ ഓർക്കലാണല്ലോ. മുത്തുനബിയുടെ മദ്ഹ് പതിവായി പറയുക, പതിവായി ചൊല്ലുക. അതാണല്ലോ നാം പറയുന്നത്. എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു മൗലിദ് പതിവായി ചൊല്ലുന്നവരായിരിക്കണം. അതേത് മൗലിദും ആവാം, ബുർദത്താവാം, മങ്കൂസ് മൗലിദാവാം, മൗലിദുൽ ഹുസ്നൈനി ആവാം, ഏത് മൗലിദും ആവാം. മൗലിദ് ചൊല്ലുക എന്ന് പറഞ്ഞാൽ മൗലിദ് ഫുള്ള് ചൊല്ലാനോ സമയമില്ലെങ്കിൽ ഫുള്ള് ചൊല്ലണ്ട. ഹുസ്നൈനിൽ നിന്ന് ഇപ്പോൾ ഫുള്ള് ഒരാളെ കൊണ്ട് ഒരു ദിവസം ചൊല്ലാൻ പ്രയാസമാണ്. അപ്പോൾ ഹുസ്നൈനിൻ്റെ ഒരു ഹിസ്ബും ചിലപ്പോൾ പ്രയാസമായി തോന്നും, ജോലി തിരക്കൊക്കെ ഉള്ള സമയത്ത്, ക്ഷീണമൊക്കെ ഉള്ള സമയത്ത്. അപ്പോൾ ഒരു ഹിസ്ബിന്ന് ചൊല്ലാൻ കഴിയുന്ന അത്ര അരപ്പേജോ 1/4 പേജോ ഒക്കെ മൗലിദുൽ ഹുസ്നൈനിൽ നിന്ന് ചൊല്ലാവുന്നതാണ്. അതിനും കഴിയില്ലെങ്കിൽ 2 വരി മാത്രം ചൊല്ലി നിർത്താവുന്നതാണ് മൗലിദുൽ ഹുസ്നൈനി. എന്നാലും ദവാമ് എന്നവിടെ പറഞ്ഞു. ദവാമ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും കണ്ടിന്യൂ ആയിട്ട് ചൊല്ലണം, മുടങ്ങാൻ പാടില്ല. എല്ലാ ദിവസവും ചൊല്ലുമ്പോഴാണ് സ്വലാത്തിൻ്റെയും മദ്ഹിൻ്റെയും ഒക്കെ ഫലം ശരിക്കിന് കിട്ടുക, ഫലം അറിയുക. അത് ഒരാഴ്ചയിൽ 2 ദിവസം ഉഷാറായി ചെല്ലും, കുറേ ആൾക്കാണ് ചെല്ലും. മൗലിദുൽ ഹുസ്നൈനിൻ്റെ 1/4 ഭാഗം തന്നെ ഒരു ആഴ്ചയിൽ ഒരു ദിവസം ചൊല്ലും. പിന്നെ ഒരു 5 ദിവസം തീരെ ചൊല്ലൂല്ല. അതിനേക്കാൾ നല്ലത് മൗലിദുൽ ഹുസ്നൈനിൽ നിന്ന് അല്പം എല്ലാ ദിവസവും ചൊല്ലലാണ്. അപ്പോൾ പതിവായി ചൊല്ലണം. വസ്സലാത്തി വസ്സലാമി, നബി തങ്ങളെ സ്വപ്നം കാണാനുള്ള വഴികളാണ് ഈ പറയുന്നത്. വസ്സലാത്തി വസ്സലാമി ഫീ ഖുർആൻ, ഭക്തിപൂർവം സ്വലാത്തും സലാമും വർദ്ധിപ്പിക്കുക, പതിവായി ചൊല്ലുക, പതിവായി സ്വലാത്ത് ചൊല്ലുക, പതിവായി മുത്തുനബിയോട് ഭക്തിപൂർവം സലാം പറയുക. നമ്മൾ നിസ്കാരത്തിൽ മുത്തുനബിയോട് സലാം പറയുന്നുണ്ട്, അത് മുത്തുനബിയെ മടക്കാൻ വേണ്ടിയാണ് എന്നുള്ള ചിന്ത വേണമെന്നാണ് ഇമാം ഗസാലി പറയുന്നത്. നിസ്കാരത്തിൽ ഭക്തിപൂർവമായിരിക്കണം, മനസ്സാന്നിധ്യത്തോടെ സലാം പറയണം നിസ്കാരത്തിൽ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അല്ലേ? അത് സലാമാണ്. പിന്നെ നമ്മൾ മൗലിദിൽ സലാമുണ്ട്. അസ്സലാമു അലൈക ഖൈറൽ അംബിയാഇ
സയ്യിദർ റുസുലിൽ കിറാമിൽ അസ്കിയാഇ. അത് സലാമാണ്. ഇങ്ങനെ പതിവായി സലാം ചൊല്ലുക അത് റസൂലുള്ളാഹിനെ സ്വപ്നം കാണാനുള്ള വഴിയാണ്. വബിത്തഖ്വാ ഫിസ്സിർരി വൽ ഇഅലാൻ, രഹസ്യത്തിലും പരസ്യത്തിലും തഖ്വ ഉള്ള ആളാകുക. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ സ്നേഹം കിട്ടാൻ കാരണമാവും. അപ്പോൾ റസൂലുള്ളാഹിന്റെ സ്നേഹം കിട്ടാൻ ശ്രമിക്കുക, പൊരുത്തം കിട്ടാൻ ശ്രമിക്കുക എന്നാ പറഞ്ഞത്. ആ പൊരുത്തം എന്തുകൊണ്ടൊക്കെ കിട്ടുക? അത് റസൂലുള്ളാഹിനെ എപ്പോഴും ഓർക്കുക, റസൂലുള്ളാഹിന്റെ മദ്ഹ് എപ്പോഴും പറയുക, റസൂലുള്ളാഹിനെ പരാമർശിക്കുക, ഭക്തിപൂർവ്വം സ്വലാത്തും സലാമും കൊണ്ടുവരിക, തഖ്വ ചെയ്യുക. നമ്മളെ കഴിയുന്ന വിധം തഖ്വയിൽ ജീവിക്കുക, തെറ്റുകളൊക്കെ ഒഴിവാക്കിയിട്ട് തഖ്വയിൽ ജീവിക്കുക. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊരുത്തം കിട്ടാൻ കാരണമാവും. മുത്തുനബിൻ്റെ പൊരുത്തം കിട്ടിയാൽ മുത്തുനബിക്ക് നമ്മോട് സന്തോഷമായാൽ മുത്തുനബി സ്വപ്നത്തിൽ വരും, എനിക്ക് എന്നോട് സന്തോഷം കേട്ടോ എന്ന് അറിയിക്കുകയാണത്. കാരണം മുത്തുനബിൻ്റെ ഹദീസിൽ തന്നെ ഉണ്ട്, ഒരാൾക്ക് ഒരാളോട് ഇഷ്ടമാണെങ്കിൽ സന്തോഷമാണെങ്കിൽ ഇന്നീ വഹിബുക്ക എന്ന് പറയണമെന്ന് മുത്തുനബിൻ്റെ ഉപദേശത്തിൽപ്പെട്ടതാണ്. എനിക്ക് എന്നോട് ഇഷ്ടമാണ് കേട്ടോ എന്ന് പറയൽ നല്ല കാര്യമാണ് എന്ന്. അപ്പോൾ അയാൾക്കൊരു സന്തോഷമാവും. അപ്പോൾ മുത്തുനബിക്ക് ഒരാളോട് വലിയ ഇഷ്ടമായാൽ മുത്തുനബി എനിക്ക് എന്നോട് ഇഷ്ടമെന്ന് സൂചിപ്പിക്കുകയാണ് സ്വപ്നത്തിലൂടെ കാണിച്ചു തരുന്നത്. അള്ളാഹു നമുക്കെല്ലാം ആ തൗഫീഖ് തരട്ടെ. ഇപ്പോൾ വറദ ഇന്ന അവ്വല മാ യുർഫഉ മിനൽ അർളി റുയാഹു വൽ ഹജറുൽ അസ്വദ് വൽ ഖുർആൻ. ഇപ്പോൾ പണ്ഡിതന്മാരുടെ കൂട്ടത്തിലുള്ള പ്രഭാഷകരൊക്കെ എല്ലാ പ്രഭാഷണങ്ങളിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വരണം. അത് റബീഉൽ അവ്വലിലുള്ള പ്രഭാഷണം അല്ല, മാത്രമല്ല റബീഉൽ അവ്വലിലുള്ള പ്രഭാഷണം മാത്രമല്ല, ഏത് മാസത്തിലുള്ള പ്രഭാഷണമാണെങ്കിലും ഏത് സമയത്തുള്ള പ്രഭാഷണമാണെങ്കിലും പ്രഭാഷണങ്ങളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ടച്ച് ചെയ്യുന്ന കുറച്ച് ഭാഗമെങ്കിലും എല്ലാ പ്രഭാഷണത്തിലും വേണം. അത് ആ വ്യക്തിക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹമുണ്ട് എന്നുള്ളതിൻ്റെ അടയാളവും മുത്തുനബിക്ക് അത് വലിയ ഇഷ്ടവുമാണ്. അങ്ങനത്തെ ആളുകളാണ് മുത്തുനബിനെ കാണുക. കൊല്ലത്തിലൊരിക്കൽ മുത്തുനബിനെ പറ്റി ഒരു പ്രസംഗം നടത്തിയാൽ പോരാ. ഈ പ്രഭാഷകരല്ലാത്ത സാധാരണക്കാർക്കും പറ്റും മുത്തുനബിനെ പറ്റി അറിയാത്ത ആളുകൾക്ക് അറിയിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക, നമുക്ക് അറിവുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ മുത്തുനബിക്ക് വലിയ ഇഷ്ടമാണ്. നമ്മളെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക മുത്തുനബിനെ പറ്റി. മക്കൾക്ക് അവർക്ക് അറിയില്ലല്ലോ, ചെറിയ മക്കൾ, അവർക്ക് മുത്തുനബിനെ പറ്റിയുള്ള അവർ അറിഞ്ഞിരിക്കേണ്ട നാം മനസ്സിലാക്കിയ പോയിൻസുകൾ മുത്തുനബിക്ക് അവരുടെ ഭാഷയിൽ അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കുക. അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്, മുത്തുനബിക്ക് വലിയ ഇഷ്ടമാണ്. വറദ ഇന്ന അവ്വല മാ യുർഫഉ മിനൽ അർളി, മുത്തുനബിയെ സ്വപ്നം കാണുക എന്ന് പറയുന്നത് അത് ചില്ലറ സംഗതിയല്ല, ചെറിയ സംഭവമല്ല, അത് വലിയ സംഭവമാണ്. അതിന് എന്തും കൊടുത്ത് അത് നേടാൻ വേണ്ടി ഒരു മുഅ്മിന് ശ്രമിക്കേണ്ടതുണ്ട്. അത് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഒരു മുഅ്മിനിൻ്റെ വലിയ പരാജയം ആണ്. റസൂലുള്ളാഹിനെ സ്വപ്നം കാണുക എന്ന് പറയുന്നത് അത് ഖുർആൻ ഉയർത്തപ്പെടുന്നത് പോലെ അന്ത്യനാൾ അടുക്കുമ്പോൾ ഖുർആൻ ഉയർത്തപ്പെടും. അതോടുകൂടെ അതുപോലെ ഉയർത്തപ്പെടുന്ന സംഭവമാണ് തിരുനബിയെ സ്വപ്നം കാണുക എന്ന് പറയുന്നത്. അപ്പം ആ ചാൻസ് കുറഞ്ഞ കാലം കൂടിയേ ഭൂമിയിലുള്ളൂ, റസൂലുള്ളാഹിനെ സ്വപ്നം കാണുക എന്ന് പറയുന്ന ചാൻസ്. പിന്നെ അത് ഉയർത്തപ്പെടും. അതിന് മുമ്പായിട്ട് അള്ളാഹു നമുക്കെല്ലാം കാണിച്ചു തരട്ടെ. വറദ ഹദീസിൽ വന്നിട്ടുണ്ട്, ഇന്ന അവ്വല മാ യുർഫഉ മിനൽ അർളി, ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നതിൽ ആദ്യമായി ഉയർത്തപ്പെടുക റുയാഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വപ്നമാണ്. മുത്തുനബിയെ സ്വപ്നം കാണുക എന്ന് പറയുന്ന ചാൻസ്, ഇപ്പോൾ മുത്തുനബിനെ സ്വപ്നം കാണുമോ കാണൂലേ എന്നൊക്കെ ചർച്ചയായി. കണ്ടാൽ ആ കണ്ടത് പിശാച്ചാകുമോ ആകൂലേ എന്നൊക്കെ ചർച്ച വന്ന് അവസാനം മുത്തുനബിയുടെ സ്വപ്നം കാണുന്ന ദ്വാരക്കാൻ തന്നെ ഇപ്പോൾ ആളില്ലാതെ ആയിപ്പോയി. അതിലൊന്നും ഇപ്പോൾ വിശ്വാസമില്ലാത്ത അവസ്ഥയ്ക്ക് എത്തി. അപ്പോൾ ഇത് തീരാനായിക്കണ്. മുത്തുനബിയുടെ സ്വപ്നം കാണുക എന്ന് പറഞ്ഞ ചാൻസ് തന്നെ ഉയർത്തപ്പെടാൻ പോവുകയാണ്.
വൽ ഹജറുൽ അസ്വദു, ഹജറുൽ അസ്വദും ആദ്യമായി ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടും. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കല്ലാണ് ഹജറുൽ അസ്വദ് എന്ന് പറയപ്പെടുന്നത്. അത് വെളുത്ത കല്ലായിരുന്നു. കഅബാലയത്തിൽ ഭൂമിയിലേക്ക് അത് കൊണ്ടുവരപ്പെട്ടപ്പോൾ അവിടെ മനുഷ്യര്, പാപികളായ മനുഷ്യര് അതിനെ സ്പർശിച്ച് ആ കല്ല് കറുത്തുപോയി എന്ന് ഹദീസിലുള്ളത്. ആ ഹജറുൽ അസ്വദ് വന്നയിടത്തേക്ക് തന്നെ കൊണ്ടുപോകും, ഉയർത്തപ്പെടും. വൽ ഖുർആൻ, ഖുർആനും ഉയർത്തപ്പെടും. വിശുദ്ധ ഖുർആന് എന്നും ഭൂമിയിൽ ഉണ്ടാകില്ല. അവസാന നാളാകുമ്പോൾ ഖുർആൻ ഉയർത്തപ്പെടും, വിശുദ്ധ ഖുർആൻ ഉയർത്തപ്പെടും. അന്ത്യനാളാവുമ്പോൾ ഇവിടൊക്കെ ആകെ അള്ളാഹു തആല പൊടിയാക്കിയല്ലേ. അപ്പം അതിൽ അള്ളാഹുവിൻ്റെ ഖുർആനിനെ ബഹുമാനിച്ചിട്ട് അള്ളാഹു തആല അതിൽ ഖുർആൻ പാടാൻ പാടില്ല, ഖുർആനിനെ ഉയർത്തും, വിശുദ്ധ ഖുർആൻ. وقال الغوث الدباغ وغيره من الأتقان لقاؤه صلى الله عليه وسلم على 5 أوجه في المنام 3 أوجه وفي اليقظة وجهان. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദർശിക്കുന്നതിനെ സംബന്ധിച്ച് കാലഘട്ടത്തിൻ്റെ ഗൗസായ അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹും അതുപോലത്തെ മഹാന്മാരും നിപുണരായ മഹാന്മാരും വിവരിച്ച ഒരു വിവരണമുണ്ട്. അതാണ് ഇവിടുന്ന് പറയാൻ പോകുന്നത്. മുത്തുനബിയെ 5 ഡോസിലായി കാണാൻ പറ്റും. മുത്തുനബിയെ കാണുന്ന കാഴ്ച 5 രൂപം എന്നല്ല, 5 ഡോസിലായി. രൂപം അനേകായിരം രൂപത്തിൽ കാണും. രൂപത്തിനെ കുറിച്ചല്ല പറയുന്നത്, 5 ഡോസിലായി കാണാൻ പറ്റും. ലിഖാഉഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബിയുടെ ദർശനം അലാ 5 ഔജുഹിൻ, 5 വിധേനയുണ്ട്, 5 ഡോസിൽ അത് ഉണ്ട്. ഫിൽ മനാമി 3 ഔജുഹിൻ, ഉറക്കത്തിൽ 3 ഡോസിൽ കാണാൻ പറ്റും. വഫിൽ യഖലത്തി വജ്ഹാൻ, ഉണർവിൽ 2 ഡോസിലും കാണാൻ പറ്റും. അൽ അവ്വലു വസ്സാനി, ഉറക്കത്തിൽ 3 ഡോസിൽ കാണാം, 3 വിധത്തിൽ കാണാം എന്ന് പറഞ്ഞ് അതിലെ ആദ്യത്തതും രണ്ടാമത്തതും റുയാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിനദരിർ റൂഹി, ആത്മാവിൻ്റെ നോട്ടം കൊണ്ട് റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണാൻ കഴിയുക. സ്വപ്നം കാണുമ്പോൾ തന്നെ ആ സ്വപ്നം 3 വിധത്തിൽ സ്വപ്നം കാണാം, 3 ഡോസിൽ സ്വപ്നം കാണാം. ഒന്നാമത്തെ ഡോസ്, സ്വപ്നം കാണുന്ന വ്യക്തിയുടെ ഒന്നാമത്തെ ഡോസ്, രണ്ടാമത്തെ ഡോസ് കാണുന്നത് ശരീരത്തിൻ്റെ കണ്ണുകൊണ്ട്, കൽബുകൊണ്ടല്ല, മറിച്ച് ആത്മാവിൻ്റെ നോട്ടം കൊണ്ട്. ഉറങ്ങുമ്പോൾ ഉറക്കത്തിൽ റൂഹിൻ്റെ, ആത്മാവിൻ്റെ നോട്ടം കൊണ്ട് സ്വപ്നത്തിൽ റസൂലുള്ളാഹിനെ കാണുന്നു. ഈ ആത്മാവിൻ്റെ നോട്ടം കൊണ്ട് റസൂലുള്ളാഹിനെ സ്വപ്നം കാണുക എന്ന് പറയുന്നത് തന്നെ 2 വിധമുണ്ട്. അതാ ഒന്നാമത്തും രണ്ടാമത്തും അതാന്ന് പറഞ്ഞു. ഫഹിയ ദർബാനി, ഈ ദർശനം തന്നെ 2 വിധത്തിലുണ്ട്. അഹദുഹുമ, 2 വിധത്തിലുള്ള ഒന്ന്, 2 വിധത്തിൽ നിന്ന് ഒന്ന്, കൗനുൽ മർഇയ്യി ദാതഹു ശരീഫത ഇൻ കാന റായി മിൻ അഹ്ലിൽ ഫത്ഹി വൽ ഇർഫാൻ. കണ്ടോ പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കാണുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഡോസ്, സ്വപ്നം കാണുന്നതിൽ വെച്ച് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഡോസ് ഏതാണെന്നറിയോ? അത് റൂഹ് കൊണ്ട്, റൂഹിൻ്റെ നോട്ടം കൊണ്ട് റസൂലുള്ളാഹിനെ കാണുന്ന വ്യക്തി കാണുന്നു. കാണപ്പെടുന്നതോ കൗനുൽ മർഇയ്യി, കാണപ്പെടുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാതഹു ശരീഫ, റസൂലുള്ളാഹിയുടെ തനതായ ശരീരത്തെയാണ് കാണുന്നത്. റസൂലുള്ളാഹിയുടെ തടിയെ, ഷറഫാക്കപ്പെട്ട തടിയെ തന്നെ, ശരീരത്തെ തന്നെ സ്വപ്നത്തിൽ കാണുന്നു. ഇത് ഈ പറഞ്ഞ ഈ ഒന്നാമത്തെ ഡോസും ഇനി പറയാൻ പോകുന്ന രണ്ടാമത്തെ ഡോസും എല്ലാവർക്കും തിരിച്ചറിയൂല. സാധാരണക്കാരിപ്പോൾ ഇതിനെപ്പറ്റി പറയാം, ഞാൻ റസൂലുള്ളാഹിൻ്റെ
തടിനെ തന്നെ നേരെ കണ്ടു എന്നാ പറയും, തിരിച്ചറിയാൻ കഴിയൂല. ഈ ആദ്യത്തെ ഡോസ് ആർക്കാ ഉണ്ടാവുക? ഇൻകാന റായി, കാണുന്ന വ്യക്തി, മിൻ അഹ്ലിൽ ഫദ്ഹി വൽ ഇർഫാൻ, മാരിഫത്തും അല്ലാഹു തആല വലിയ കശ്ഫും ഒക്കെ കൊടുത്ത് അദൃശ്യജ്ഞാനങ്ങൾ കൊടുത്ത മഹാന്മാരിൽപ്പെട്ട ആളാണ് കാണുന്ന വ്യക്തിയെങ്കിൽ ആ കാണുന്ന വ്യക്തിക്ക് ഉണ്ടാകുന്ന അനുഭവമാണ് റൂഹിൻ്റെ നോട്ടം കൊണ്ട് കാണുകയും ചെയ്യും. കാണപ്പെടുന്നത് ശരിയായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ശരീരത്തെ തന്നെ, തനതായ ശരീരത്തെ തന്നെ കാണാൻ കഴിയുന്നു. ഇതാണ് ഒന്നാമത്തെ ഡോസ്. അത് ആരിഫ്യങ്ങൾക്കാണ് ഈ സ്വപ്നം ഉണ്ടാവുക, സാധാരണക്കാർക്കല്ല ഈ സ്വപ്നം ഉണ്ടാവുക. ആരിഫ്യങ്ങളിൽ പഠനം വന്ന് നിബന്ധന വെച്ചിട്ടുണ്ട്. വസാനി, രണ്ടാമത്തെ ഡോസ് കൗനുഹു സൂറത്ത ദാത്തിഹി, റസൂലുള്ളാഹിയുടെ തനതായ ശരീരത്തെ അല്ല സ്വപ്നത്തിൽ കാണുന്നത്. ആദ്യം പറഞ്ഞത് ഉറങ്ങുന്ന വ്യക്തിയുടെ റൂഹും റസൂലുള്ളാഹിയുടെ ശരീരവുമായി ഡയറക്റ്റ് ടച്ചായി ശരിക്കും കണ്ടു എന്ന് ആദ്യം പറഞ്ഞത്. രണ്ടാമത് പറയുന്നത് കാണുന്നത് ഉറങ്ങുന്ന വ്യക്തിയുടെ ആത്മാവന്നെയാണ്, കാണപ്പെടുന്നത് റസൂലുള്ളാഹിയുടെ തനതായ ശരീരത്തെ അല്ല കാണുന്നത്, മറിച്ച് ആ ശരീരത്തിൻ്റെ ഒരു രൂപത്തെ, ഒരു ഫോട്ടോ. ഉദാഹരണമായി കണ്ണാടിയിൽ ഒരാൾ കണ്ണാടിയുടെ മുന്നിൽ നിന്നാൽ ആ വ്യക്തിയുടെ അതേ രൂപമല്ല, കണ്ണാടി ഒന്നും ചെയ്യുന്നില്ലല്ലോ. കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ആ വ്യക്തിയുടെ അതേ പകർപ്പാണ്, പ്രതിബിംബമാണ് ആ കണ്ണാടിയിൽ കാണുന്നത്. അതുപോലെ ആ കണ്ണാടിയിൽ കാണുന്നത് അവിടെ കണ്ണാടി ഉണ്ട് എന്നൊരാൾക്ക് അറിയില്ലെങ്കിൽ ആ കാണുന്നത് ആ വ്യക്തിനെ തന്നെയാണ് ഞാൻ ധരിക്കുക കാണുന്ന വ്യക്തി. അതുപോലെയാണ് രണ്ടാമത്തെ ഡോസ്. റസൂലുള്ളാഹിയുടെ തനതായ ശരീരത്തെ അല്ല കാണുന്നത്, ആ ശരീരത്തിൻ്റെ പ്രതിബിംബത്തെ കാണാൻ പറ്റുന്നു. ഇതാർക്കാ ഉണ്ടാകുക? ഇത് ആരിഫീങ്ങളിൽപ്പെട്ട ആളല്ല, സാധാരണക്കാരനാണ്. പക്ഷേ മോശക്കാരനായ സാധാരണക്കാരനല്ല, നല്ല ആളാണ്, വലിയ മഹബത്തൊക്കെ ഉള്ള ആളാണ്, മധുവും സ്വലാത്തൊക്കെ നല്ലോണമുള്ള ആളാണ്. അങ്ങനത്തെ വ്യക്തി ശരീരത്തിൻ്റെ റൂഹിൻ്റെ ആത്മാവിൻ്റെ ദർശനം കൊണ്ട് കാണും ചെയ്യും. കാണപ്പെടുന്നത് തിരുനബിയുടെ പ്രതിബിംബത്തെയാണ് കാണുന്നത്. കൗനുഹു സൂറത്ത് ദാത്തിഹി, തിരുനബിയുടെ പ്രതിബിംബത്തെ കാണുന്നു. ഇൻകാന റായി ആമിയൻ ലാ യുഹാൻ, കാണുന്ന വ്യക്തി സാധാരണക്കാരനാണ്. ലാ യുഹാൻ, അദ്ദേഹത്തെ നിസ്സാരവൽക്കരിക്കാൻ പറ്റൂല, മോശപ്പെട്ട സാധാരണക്കാരനല്ല അങ്ങനത്തെ വ്യക്തിയാവുമ്പോൾ. ഫലഹ, അപ്പോൾ റസൂലുള്ളാഹിയുടെ പ്രതിബിംബത്തെ കാണുക എന്ന് പറയുമ്പോൾ അങ്ങനെയും ഉണ്ടല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രതിബിംബങ്ങളുണ്ടോ? ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കുറേ രൂപങ്ങൾ, റസൂലുള്ളാഹിൻ്റെ അതേ രൂപം തന്നെ അത് കുറേ പ്രതിബിംബ രൂപങ്ങൾ, പകർപ്പ് രൂപങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഉണ്ട്. ഫലഹ സുവറുൻ മുതമാസിലത്തുൻ, തിരുനബിയുടെ ശരീരത്തിനിക്ക് പരസ്പരം തുല്യമായ ഒരേപോലെയുള്ള രൂപങ്ങളുണ്ട്, കുറേ രൂപങ്ങളുണ്ട്. തുറാഫി ആൻ, ഒരേ ടൈമിൽ തന്നെ ആ രൂപങ്ങളൊക്കെ പല ഭാഗത്തായി കാണപ്പെടും. ഇപ്പോൾ ഉണർവിലും കാണും, സ്വപ്നത്തിലും കാണും. ഫിൽ യഖളത്തി, ഉണർവിൽ റസൂലുള്ളാഹിയുടെ വിവിധ പ്രതിബിംബങ്ങളെ കാണാൻ പറ്റും. വൽ മനാമി, ഉറക്കത്തിലും കാണാൻ പറ്റും. ഫി ഇദ്ദത്തി മക്കാൻ, അനേകം സ്ഥലങ്ങളിൽ, അനേകായിരം സ്ഥലങ്ങളിൽ വെച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർവിൽ തന്നെ പല ആളുകളും പല മഹാന്മാരും കാണുന്നുണ്ടാവും, പലതും ചോദിക്കുന്നുണ്ടാവും, പലതും അവരുമായി ബന്ധപ്പെടുന്നുണ്ടാവും. അപ്പം അതെങ്ങനെ? അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്തൊരു കഴിവാണ്. അവിടെ ഇപ്പോൾ നമ്മൾ ഈ ഉണർവിൽ കാണുന്ന ഈ രൂപം റസൂലുള്ളാഹിയുടെ യഥാർത്ഥ തനതായ രൂപമാണ് കാണുന്നത്. രൂപത്തിൽ ഇതിപ്പോൾ റസൂലുള്ളാഹിയുടെ പ്രതിബിംബമാണോ ഈ കാണുന്നത് ഞാൻ? അത് റസൂലുള്ളാഹിയുടെ സാക്ഷാൽ ശരീരം കൂടെ ഉള്ള പൂർണ്ണരൂപമാണോ എന്ന് തിരിച്ചറിയാൻ സാധാരണക്കാരന് കഴിയില്ല എന്നുറപ്പ്. ഔലിയാക്കളുടെ കൂട്ടത്തിൽ വെച്ച് തന്നെ വലിയ സ്ഥാനത്ത് എത്താത്ത ഔലിയാക്കന്മാർക്ക്, ഗൗസ്, ഖുതുബ് എന്നൊക്കെ പറയുന്ന
വലിയ സ്ഥാനത്തേക്ക് എത്താത്ത ഔലിയാവിനും തിരിച്ചറിയില്ല. ഞാൻ ഈ ഉണർവിൽ കാണുന്നത് ഇപ്പോൾ റസൂലുള്ളാഹിയുടെ ഒരു പ്രതിബിംബമാണോ? ഉണർവിൽ കാണുന്നത് റസൂലുള്ളാഹിയുടെ പ്രതിബിംബമാണോ അതോ തനതായ ശരീരത്തോടു കൂടിയുള്ള രൂപമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയൂല എന്ന്. അതേസമയത്ത് കുത്തുബൊക്കായ വലിയ ഔലിയാക്കന്മാർക്ക് പല രൂപങ്ങൾ അവർ പലയിടത്ത് വെച്ച് കണ്ടാലും എവിടെയാണ് ഈ രൂപത്തിൻ്റെ ശരീരമുള്ളത് എന്നവർക്ക് തിരിച്ചറിയാനുള്ളൊരു വെളിച്ചം അവരുടെ കൂടെ ഉണ്ടാവും. ഈ കാണുന്ന പ്രതിബിംബത്തിൻ്റെ യഥാർത്ഥ ശരീരരൂപം എവിടെ ഇപ്പോൾ ഉണ്ട് എന്ന് തിരിച്ചറിയാൻ വലിയ കുത്തുബിന് തിരിച്ചറിയാൻ കഴിയും. അതിന് അവർക്ക് അല്ലാഹു തആല പ്രത്യേകമായ ഒരു നൂറ് അവർക്ക് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. ഫഇന്ന ലിദാതിഹി റസൂലുള്ളാഹിയുടെ ശരീരത്തിനിക്ക് ഉണ്ട് നൂറൻ മുൻഫസിലൻ അൻഹാ, ശരീരത്തിൽ നിന്നും പിരിഞ്ഞു നിൽക്കുന്ന ഒരു നൂറുണ്ട് റസൂലുള്ളാഹിക്ക്. ശരീരത്തിൽ നിന്നും പിരിഞ്ഞു നിൽക്കുന്ന നൂറുണ്ട്, വെളിച്ചമുണ്ട്. വൽ ആലമു ബിഹി മൽആൻ, ലോകം ഈ പ്രപഞ്ചം റസൂലുള്ളാഹിയുടെ ശരീരത്തിൽ നിന്നും പിരിഞ്ഞതായ ആ രൂപം, റസൂലുള്ളാഹിയുടെ രൂപം സ്വീകരിച്ചതായ വെളിച്ചം നൂറാനിയായ ആ രൂപം കൊണ്ട് ഈ ലോകം പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ ആ രൂപം തന്നെ കാണാൻ ഭാഗ്യം കിട്ടുന്നവർ കുറവാണ്. സുയൂത്തി ഇമാം 70 ചില്ലാനം പ്രാവശ്യം റസൂലുള്ളാഹിനെ ഉണർവിൽ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ സുയൂത്തി ഇമാം അവിടെ പറയാണ്, റസൂലുള്ള പലയിടത്തുമുണ്ട്, ഭൂമിയിലും ആകാശത്തുമൊക്കെ റസൂലുള്ള അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് കാണാൻ ഭാഗ്യം കിട്ടിയവർക്ക് കാണാൻ കഴിയൂ, എല്ലാ കണ്ണുകൾക്കും കാണാൻ കഴിയൂല. അല്ലാഹു തആല കണ്ണുകൾക്ക് മറട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സുയൂത്തി ഇമാം ആ കണ്ട രൂപങ്ങളൊക്കെ റസൂലുള്ളാഹിയുടെ യഥാർത്ഥ ശരീരത്തോടു കൂടിയുള്ള രൂപമായിക്കൊള്ളുന്നില്ല, അത് പ്രതിബിംബങ്ങളും ആവാം. ഫന്നൂറു കമിർആത്തിൻ വാഹിദത്തിൻ മലഅത്തിൽ അഖ്ത്വാൻ, ഈ നാടുകൾ എല്ലായിടത്തും പ്രപഞ്ചത്തിൽ മൊത്തം ഒരു കണ്ണാടി വെച്ചാൽ, വലിയൊരു കണ്ണാടി പ്രപഞ്ചത്തിൽ മൊത്തം വലിയൊരു കണ്ണാടി വെച്ചാൽ ആ കണ്ണാടി പോലെയാണ് തിരുനബിയിൽ നിന്നും പിരിഞ്ഞുപോയ നൂറ്. തർത്തസിമു ഫീഹി, ആ പിരിഞ്ഞുപോയ നൂറിൽ പതിയുന്നു സൂറത്തു ദാത്തി, തിരുനബിയുടെ ശരീരത്തിൻ്റെ പൂർണ്ണരൂപം. ആ റസൂലുള്ളാഹിയുടെ ശരീരത്തിൽ നിന്നും പിരിഞ്ഞുപോയ നൂറ് ഈ പ്രപഞ്ചത്തിൽ വലിയൊരു കണ്ണാടി പോലെ നിലനിൽക്കുന്നു. ആ നൂറിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരരൂപം പതിയുന്നു. വലിദാ തുറാഫി ആനിൻ വാഹിദിൻ ഫി ഷത്തൽ ബുൽദാൻ, അതുകൊണ്ടാണ് ഒരേ ടൈമിൽ റസൂലുള്ളാഹിനെ പല നാടുകളിൽ വെച്ച് ഉണർവിൽ തന്നെ കാണപ്പെടുന്നത്. ഉറക്കത്തിൽ പിന്നെ എന്തായാലും പല നാട്ടിൽ വെച്ച് കാണാമല്ലോ. ഉണർവിൽ തന്നെ പല നാടുകളിൽ വെച്ച് ഒരൊറ്റ ടൈമിൽ തന്നെ തിരുനബിയെ കാണപ്പെടുന്നത്. വഖദ് യുരീഹി ദാത്തഹു, ഇപ്പോൾ റസൂലുള്ളാഹിയുടെ പ്രതിബിംബം ഉണർവിൽ കണ്ട വ്യക്തി ചിലപ്പോൾ റസൂലുള്ളാഹി ആ വ്യക്തിക്ക് അതിന് സ്ഥാനമുണ്ട്, ആ പ്രതിബിംബം കാണുന്നതിന് സ്ഥാനമുണ്ട്. പക്ഷേ അതിനേക്കാൾ സ്ഥാനം റസൂലുള്ളാഹിയുടെ പൂർണ്ണമായ ശരീരം കാണുന്നതിനാണ്. വഖദ് യുരീഹി ദാത്തഹു, ചിലപ്പോൾ റസൂലുള്ളാഹി ആ വ്യക്തിക്ക് തൻ്റെ ദാത്തിനെ കാണിച്ചു കൊടുക്കും. എൻ്റെ പ്രതിബിംബമല്ലേ ഇപ്പോൾ കാണുന്നത്, എൻ്റെ യഥാർത്ഥ ശരീരം എവിടെയാണ് ഉള്ളത് അത് കാണിച്ചു കൊടുക്കും. ഇൻ അലിമ ഫീഹി, ഈ ഉണർവിൽ കാണുന്ന വ്യക്തിയിൽ റസൂലുള്ളാഹി അറിഞ്ഞാൽ സിദ്ഖൽ മഹബ്ബത്തി വൽ ഈമാൻ, നിഷ്കളങ്കമായ സ്നേഹവും വിശ്വാസവും അചഞ്ചലമായ വിശ്വാസവും. സിദ്ഖൽ മഹബ്ബ, സ്വാദിഖായ മഹബത്ത്. സ്വാദിഖായ മഹബത്ത്, മഹബത്ത് അപ്പോഴാ സ്വാദിഖാവൽ, ഒരു പ്രതിസന്ധി ഘട്ടത്തിലും വിട്ടുപിരിയാത്ത മഹബത്ത്, പണയം വെക്കാത്ത മഹബത്ത്, അതാ സ്വാദിഖായ മഹബത്ത്. അതാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ മഹബത്ത്. അത് ഒരു പ്രതിസന്ധി ഘട്ടത്തിലും പണയം വെക്കാത്ത മഹബത്താണ്. സ്വന്തം ഉപ്പ കൂടെയുണ്ട്, റസൂലുള്ളാഹിയും കൂടെയുണ്ട്. ഉപ്പ പോയാലും ഉമ്മ നഷ്ടപ്പെട്ടാലും
റസൂലുള്ളാഹിക്കൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന് വാശി പിടിക്കുന്ന മഹബത്ത്, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കയ്യിൽ കുഞ്ഞുണ്ട്, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വീഴാൻ പോകുന്നു, അള്ളാഹിൻ്റെ ഹബീബിന് ചെറിയൊരു മുറിവ് സംഭവിക്കുന്നതാണ്, തൻ്റെ കയ്യിലുള്ള കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കുന്നതിനേക്കാൾ വലുതെന്ന് മനസ്സിലാക്കി കുഞ്ഞിനെ അവിടെ വെച്ച് റസൂലുള്ളാഹിയെ പിടിക്കുന്നു, റസൂലുള്ളാഹി വീഴാൻ പോകുന്നത് തടഞ്ഞു പിടിക്കുന്നു. അതാണ് സിദ്ഖുൽ മഹബത്ത്. സ്വന്തം ശരീരത്തിനേക്കാൾ മഹബത്ത് റസൂലുള്ളാഹിയോട് കാണിക്കാൻ കഴിയണം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു അതല്ലേ കാണിച്ചത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഗാർ സൗറിലേക്ക് കയറിയില്ലേ, ഗാർ സൗറിലേക്ക് അർദ്ധരാത്രി കയറുകയാണ്. അർദ്ധരാത്രി കുറെ നടന്ന് ഗാർ സൗറിൻ്റെ മുകളിലേക്ക് പച്ച പകൽ തന്നെ കയറാൻ പ്രയാസമാണ്. 2 മണിക്കൂർ വെച്ച് കയറണം, അത്രയും പ്രയാസമാണ്. കല്ല് മലയാണ് ഗാർ സൗറ്. ആ മലയിലേക്ക് ഒറ്റക്ക് തന്നെ കയറാൻ സാധിക്കാത്ത അത്രയും പ്രയാസമുള്ള മലയിലേക്ക് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു സിദ്ഖുൽ മഹബ്ബ, സ്നേഹത്തിൻ്റെ നിഷ്കളങ്കത സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു അടയാളപ്പെടുത്തി. റസൂലുള്ളാഹിയെ എടുത്തുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കുട്ടികൾ എടുക്കുന്നത് പോലെ റസൂലുള്ളാഹിനെ എടുത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ തോളിൽ വെക്കുന്നു. അങ്ങനെ ഗാർ സൗറിൻ്റെ മുകളിലെത്തുന്നു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹു. അവിടെ റസൂലുള്ളാഹിനോട് സിദ്ദീഖുൽ അക്ബർ പറഞ്ഞില്ല, നബിയെ നിങ്ങൾ വലിയ മുഅ്ജിസത്തൊക്കെ ഉള്ള റസൂലല്ലേ, നിങ്ങളെ മുഅ്ജിസത്ത് കൊണ്ട് മേലക്കാണ് പോകാൻ വേണ്ടി പറഞ്ഞൂടെ, നമ്മൾ മേലക്കാണ് എത്താൻ. അങ്ങനെ റസൂലുള്ളാഹിനെ ശല്യം ചെയ്തില്ല. മുഅ്ജിസത്ത് കൊണ്ട് മുകളിലേക്ക് എത്തണമെങ്കിൽ അത് സിദ്ദീഖ് പറയേണ്ട ആവശ്യമില്ല, റസൂലുള്ളാഹിക്ക് അത് അറിയാത്തത് കൊണ്ടല്ല. അങ്ങനെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിയിലുള്ള വിശ്വാസം, അങ്ങനത്തെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിശ്വാസം ഒരിക്കലും ഈമാന് നഷ്ടപ്പെട്ടതുമില്ല, സ്നേഹവും നഷ്ടപ്പെട്ടില്ല. മലയുടെ മുകളിലേക്ക് എത്തി ഒരു ഗുഹ കണ്ടപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ ഗുഹയിൽ സർപ്പങ്ങളും ശല്യം ചെയ്യുന്ന ജന്തുക്കളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്, തേളോ പാമ്പോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നബിയെ ഞാൻ ആദ്യം ഗുഹയിലേക്ക് ഇറങ്ങി ഗുഹ വൃത്തിയാക്കി. അതിൻ്റെ മാളങ്ങൾ പരിശോധിക്കാൻ സാധിക്കില്ല, അർദ്ധരാത്രിയാണ്. സിദ്ദീഖുൽ അക്ബർ കൂടെയുള്ള ശീല കഷ്ണങ്ങളൊക്കെ കഷ്ണിച്ചുകൊണ്ട് ആ കഷ്ണങ്ങളെ കൊണ്ട് ആ മാളങ്ങൾ അടച്ചു. അതിൻ്റെ അകത്തുനിന്ന് ശല്യം ചെയ്യുന്ന ബുദ്ധിമുട്ടാക്കുന്ന തേളോ പാമ്പോ പുറത്തു വരാതിരിക്കാൻ അവസാനം ഒരു ചെറിയ മാളം അത് അടക്കാൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ ഒന്നും കിട്ടാതെ വന്നപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു തൻ്റെ മടമ്പ് ആ ഗുഹയുടെ മുഖത്തേക്ക് ആക്കി അടച്ചു പിടിച്ച് തിരുനബിയോട് അകത്തേക്ക് വരാൻ പറഞ്ഞ സംഭവം, സ്വന്തം ശരീരത്തെ മറന്നുകൊണ്ട്, സ്വന്തം ശരീരത്തിന് സർപ്പം കടിച്ചാലും പ്രശ്നമില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉപദ്രവം സംഭവിക്കരുത് എന്ന് വാശി പിടിച്ച സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് പറഞ്ഞില്ല, നബിയെ ഇവിടെ ഒരു മടണ്ട്, എന്നെ കൊണ്ട് അടക്കാൻ കഴിയാത്തതുകൊണ്ടാണ് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണേ, അതല്ലാത്തതൊക്കെ ഞാൻ അടച്ചിട്ടുണ്ട് എന്നല്ല സിദ്ദീഖുൽ അക്ബർ പറഞ്ഞത്. അങ്ങനൊരു സംഭവം തന്നെ മുത്തുനബി അറിയില്ല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളോട് അകത്തേക്ക് വരാൻ പറഞ്ഞ് ക്ഷീണിതരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖുൽ അക്ബറിൻ്റെ മടിയിൽ തലവെച്ച് ഉറങ്ങിപ്പോയി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മടമ്പ് വെച്ച ഗുഹയിൽ നിന്നാണ് പാമ്പ് വന്ന് സിദ്ദീഖുൽ അക്ബറിനെ കടിക്കുന്നത്. ആ പാമ്പ് റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആ പാമ്പിന് വിവരം കിട്ടിയിട്ടുണ്ട് റസൂലുള്ളാഹി ഗുഹയിലേക്ക് വരുന്നു. അപ്പോൾ
ആ ഗുഹയിൽ വെച്ച് റസൂലുള്ളാഹിനെ ഒന്ന് നന്നായി കാണാമല്ലോ. ജനങ്ങളുള്ള ഭാഗത്തേക്ക് പാമ്പിന് പ്രവേശനമില്ലല്ലോ. ജനങ്ങളെ ശല്യം ചെയ്യുന്ന പാമ്പിൻ്റെ ശല്യം തീർക്കൽ സുന്നത്താ. ജനങ്ങളെ ശല്യം ചെയ്യാൻ വരുന്ന സർപ്പത്തിൻ്റെ ശല്യം തീർക്കൽ അത് സുന്നത്താണ്. അപ്പോൾ പിന്നെ ആ വിധിയുള്ളതും ഈ സർപ്പത്തിന് അറിയും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൂഫിവര്യന്മാർ അങ്ങനെയാണ് പറയുന്നത്. സൂഫിയാക്കളുടെ നിലപാട് അങ്ങനെയാണ്. മനുഷ്യന്മാരുടെ ജീവിത രീതിയും അവരുടെ മത നിലപാടുകളും നിയമങ്ങളൊക്കെ അവരെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ജീവികൾക്ക് അറിയാമെന്ന് സൂഫിയാക്കൾ പറയുന്നത്. അപ്പോൾ ഈ സർപ്പത്തിൻ്റെ കഥനെക്കുറിച്ച് ബോധമുണ്ട്. എനിക്ക് റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് റസൂലുള്ളാഹിനെ കാണാൻ ചെന്നാൽ കൂടെയുള്ള ആളുകൾ പേടിച്ചു പോകും. ചിലപ്പോൾ എൻ്റെ ജീവിതം നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് സർപ്പം തീരുമാനിച്ച് റസൂലുള്ളാഹി വരാൻ പോകുന്ന ഒരു ഗുഹ, ആ ഗുഹയിലിരുന്ന് കാണാം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഇതറിയില്ലല്ലോ. അങ്ങനെയാണ് സിദ്ദീഖുൽ അക്ബർ വല്ലാത്ത അസഹ്യമായ വേദന വന്ന് കരഞ്ഞുപോയി. റസൂലുള്ളാഹിയുടെ മുഖത്തേക്ക് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരു കണ്ണുനീരിങ്ങനെ ചാടുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി ഉറക്കത്തിൽ നിന്ന് ഉണർന്നുപോയി. എന്ത് പറ്റി സിദ്ദീഖ്? നബിയെ, എൻ്റെ കാലിൽ ഒരു സർപ്പം കടിച്ചുപോയി ഈ മാളത്തിൽ നിന്ന്. അപ്പോൾ റസൂലുള്ളാഹി ഉമനീര് പുരട്ടി കൊടുത്തു. അവിടെ ഉമനീര് പുരട്ടി കൊടുത്തു. ഉടൻ തന്നെ അത് സുഖായും ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ മാനസികാവസ്ഥ, ആ സമയത്തൊക്കെ ഉണ്ടായിരുന്ന മാനസികാവസ്ഥ. പിറ്റേന്ന് നേരം വെളുത്താൽ മനസ്സിന് വലിയ സമാധാനം ഉണ്ടോ? ഇല്ല. നേരം വെളുത്തു നോക്കുമ്പോൾ ചുറ്റുഭാഗത്തിലൂടെ റസൂലുള്ളാഹിനെ സിദ്ദീഖുൽ അക്ബറിനെ അന്വേഷിച്ച ആളുകൾ വരികയാണ്. വന്ന് 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 മാളത്തിൻ്റെ നേരെ മുകളിലെത്തി. മുകളിലേക്ക് നോക്കുമ്പോൾ ശത്രുക്കളുടെ കാൽപാദങ്ങളാണ് കാണുന്നത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൽബ് ഇങ്ങനെ പൊരിയാണ്. നബി, നമ്മൾ എന്ത് ചെയ്യും? അവർ താഴോട്ടൊന്ന് നോക്കിയാൽ നമ്മൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നത് കാണൂലേ? സിദ്ദീഖുൽ അക്ബറിന് മരിക്കുന്ന പേടി കൊണ്ടല്ല, മുത്തുനബിക്ക് വല്ല ഉപദ്രവം സംഭവിക്കുമോ എന്നുള്ള പേടിയാണ്. നബി പറഞ്ഞു, മാ ദന്നുക ബിസ്നൈനി അല്ലാഹു സാലിസുഹുമ. സിദ്ദീഖ്, നീ എന്താ പറയുന്നത്? നാം രണ്ടുപേർ, നമ്മളിൽ ഒരു മൂന്നാമനുണ്ട് നമ്മുടെ കൂടെ. ആ മൂന്നാമന് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കെ ഈ രണ്ടുപേരെ കാര്യത്തിൽ നാം എന്തിനു പേടിക്കണം? സിദ്ദീഖുൽ അക്ബറിന് അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയൂല. നിനക്ക് എത്ര വേദന ആകൂല എന്ന് പറഞ്ഞിട്ടാണെങ്കിലും കത്തിയെടുത്ത് നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് വെട്ടാൻ ഒരുങ്ങുമ്പോൾ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയണ്ടേ? ആ ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ല കാരണവശാലും, എത്രയോ യുദ്ധമൊക്കെ നടക്കുന്നതല്ലേ, വല്ല കാരണവശാലും വല്ല വിഷമം വരുമോ എന്ന് പേടിച്ചുപോയി. എപ്പോഴാണ് റസൂലുള്ളാഹി സമാധാനത്തിന് വേണ്ടി പറഞ്ഞത്? ഒരു പേടിയും വേണ്ട. അവരെങ്ങാനും നമ്മെ കണ്ട് ആ ദ്വാരത്തിലൂടെ നമ്മെ കണ്ട് അവർ താഴോട്ടേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ ഇതെങ്ങോട്ട് നോക്കി. അങ്ങോട്ട് സിദ്ദീഖുൽ അക്ബർ നോക്കുമ്പോൾ അവിടെ ഒരു നിറഞ്ഞ കടലാ കാണുന്നത് ഗുഹയുടെ അടുത്ത്. അതിൽ ഒരു തോണിയുമുണ്ട്. റസൂലുള്ളാഹി കാണിച്ചു കൊടുത്തതാണ്. ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ നാം ആ തോണി കയറി ആ കടലിലൂടെ രക്ഷപ്പെടും. അപ്പോൾ സമാധാനമായി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സമാധാനമായി. അപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ മഹബത്തിന് സിദ്ഖുണ്ടോ, ആള് സിദ്ദീഖ് തന്നെയാണോ എന്ന് നോക്കിയതാ, പരീക്ഷിച്ചതാണ്. അത് നേരത്തെ കാണിച്ചു കൊടുക്കാൻ അള്ളാഹു റസൂലിനും കഴിയാത്തതുകൊണ്ടല്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾക്ക് സിദ്ഖുൽ മഹബത്തുണ്ട്, അവന് ഈമാനുണ്ട് എന്ന് റസൂലുള്ളാഹി അറിഞ്ഞാൽ അവന് റസൂലുള്ളാഹി പിന്നെ യഥാർത്ഥ ശരീരത്തെ തന്നെ കാണിച്ചു കൊടുക്കും. അതാണ് വലിയ മഹത്വമുള്ള ദർശനം. ഇതിപ്പോൾ സ്വപ്നത്തിലും ശരീരത്തെ കാണും, ഉണർവ് പിന്നെ സ്വപ്നത്തിലല്ലാതെയും ശരീരത്തെ കാണും. സ്വപ്നത്തിലും പ്രതിബിംബത്തെ കാണാം, സ്വപ്നത്തിലല്ലാതെയും പ്രതിബിംബത്തെ കാണാം.
ഇവിടെ ഇപ്പോൾ 2 ഡോസാണ് നാം പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആത്മാവിൻ്റെ കാഴ്ച കൊണ്ട്, ദർശനം കൊണ്ട് കാണുക. രണ്ടും അങ്ങനെയാണ്. ഒന്ന് യഥാർത്ഥ ശരീരത്തെ തന്നെ കാണുക, മറ്റൊന്ന് ശരീരത്തിൻ്റെ പ്രതിബിംബത്തെ കാണുക. ഇങ്ങനെയാണ് വ്യത്യാസം വന്നത്. പക്ഷേ ഈ 2 സ്വപ്ന ദർശനത്തിലും റുയ, സ്വപ്ന ദർശനം ഫിൽ ദർബൈൻ, ഈ 2 ഇനത്തിലും ഫീ സൂറത്തിഹിൽ മഅറൂഫ, റസൂലുള്ളാഹിക്ക് അറിയപ്പെട്ട അതേ തനതായ രൂപത്തിലായിരിക്കും കാണുക. മാഷാ അല്ലാഹ്, അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റസൂലുള്ളാഹിക്ക് പറയപ്പെട്ട അതേ രൂപത്തിൽ, അത് നിറാണെങ്കിലും മറ്റെന്ത് വിശേഷനാണെങ്കിലും അതേ രൂപത്തിലായിരിക്കും കാണുക. വബി സഫാഇൻ അനിൽ അക്നാൻ, ഒരു മറയുമില്ലാതെ നല്ല തെളിച്ചത്തോടു കൂടെയുമാണ് കാണുക. ഈ 2 രൂപത്തിലും. തസ്തഗ്നി അനി തഅബീർ, അതിനൊരു വ്യാഖ്യാനം ആവശ്യമുണ്ടാകില്ല. ഈ സ്വപ്ന കാഴ്ചയിൽ ഒരു വ്യാഖ്യാനം ആവശ്യമുണ്ടാകില്ല. കമാ സബഖൽ ബയാൻ, അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരാൾ ഈ 2 രൂപത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു രൂപത്തിൽ മുത്തനബിനെ ഒരാൾ കണ്ടാൽ, സ്വപ്നം കണ്ടാൽ, അതിന് ഒരു പ്രത്യേകത ഉണ്ട്. വതദുല്ലു അലാ സ്വലാഹിർ റായി, കണ്ട വ്യക്തി സ്വാലിഹീങ്ങളിൽ പെടുമെന്നാണ്. നാടനാണ് കണ്ടതെങ്കിലും ആ വ്യക്തി സ്വാലിഹീങ്ങളിൽ പെടുമെന്നത് അറിയിക്കുന്നുണ്ട്. ഈ സ്വപ്നം കണ്ട വ്യക്തി സ്വാലിഹീങ്ങളിൽ പെടും. അദ്ദേഹത്തിന് ഇൽമൊക്കെ കിട്ടും. സ്വാലിഹാവാൻ ഇൽമ വേണ്ടേ? ഇൽമ അള്ളാഹു റസൂലിനും കൊടുക്കാൻ കഴിയും, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ആളുകൾക്കും കൊടുക്കാൻ, ഔലിയാക്കന്മാർക്ക് കൊടുക്കാൻ കഴിയും. ഒരു നിമിഷം കൊണ്ട് ഇൽമ വേണമെങ്കിൽ അതിന് 8 കൊല്ലം 10 കൊല്ലം കോളേജിൽ പോയി പഠിക്കൊന്നും വേണ്ട. പഠിക്കണ്ട എന്നല്ല, പഠിച്ചാൽ ഇൽമ കിട്ടും. പഠിച്ചാലേ കിട്ടും. കോളേജിൽ പോയി ഉറങ്ങിയതുകൊണ്ട് ഇൽമ കിട്ടില്ല. അപ്പോൾ പോകാതെയും ഇൽമ കിട്ടും. അത് അള്ളാഹു തആല ചിലർക്ക് നൽകുന്ന പ്രത്യേകതയാണ്. ചില നാടന്മാരായി ജീവിച്ച ആളുകളൊക്കെ പിന്നീട് ഔലിയാക്കന്മാരിൽ പെടുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അത് അവരുടെ ഭാഗത്തുനിന്നുണ്ടായ അധ്വാനമാണ്. അവരുടെ ഭാഗത്തുനിന്നുണ്ടായ അധ്വാനമാണ്. മുത്തനബിനെ കാണാൻ വേണ്ടി അവർ വല്ലാതെ മുത്തനബിയുടെ സ്നേഹം കൈവരിക്കാൻ ശ്രമിച്ചു. അങ്ങനെ സ്നേഹം കൈവരിച്ചപ്പോൾ ആത്മാവിൻ്റെ നോട്ടം കൊണ്ട് മുത്തനബിയോട് ഉറക്കത്തിലോ ഉണർവിലൊക്കെ കണ്ടു. അങ്ങനെ സ്വാലിഹീങ്ങളിൽ പെടാൻ പറ്റി. സ്വാലിഹീങ്ങളിൽ പെടുമെന്ന് ഈ സ്വപ്നത്തിനർത്ഥമുണ്ട്. വ കമാലി ജാഹിഹി, ഈ കണ്ട വ്യക്തിക്ക് അദ്ദേഹത്തിന് വലിയ സ്ഥാനമുണ്ടാകാൻ പോകുന്നുണ്ട് എന്നും, പൂർണ്ണമായ സ്ഥാനമുണ്ടാകാൻ പോകുന്നുണ്ട്. വളഫരിഹി അലാ അഹ്ലിൽ ഉദ്വാൻ, അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾക്കെതിരിൽ അദ്ദേഹം അതിജയിക്കുമെന്നും ഇതിൻ്റെ തെളിവ്, ഇതിന് അർത്ഥമുണ്ട്. ശത്രുക്കൾക്കെതിരിൽ അതിജയിക്കാൻ കഴിയും. അപ്പം നമുക്ക് അൽഹംദുലില്ലാ അല്ലാഹു തആല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് മുത്തനബിയെ കാണാൻ ഭാഗ്യം കൊടുത്ത കുറേ ആളുകളുണ്ട്. ആ ഭാഗ്യം നമുക്ക് കിട്ടിയില്ലല്ലോ. നമുക്ക് അല്ലാഹു തആല ഭാഗ്യമൊന്നും തന്നില്ല. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു ചെയ്ത വല്ലാത്തൊരു വ്യത്യാസമല്ലേ എന്നൊന്നും തോന്നണ്ട. വാസ്തവത്തിൽ അല്ലാഹു തആല എല്ലാവരും ഒരുപോലെ വെച്ചു. എന്തുകൊണ്ട്? റസൂലുള്ളാഹിനെ അക്കാലത്ത് കണ്ട ആളുകൾ, അവർ അക്കാലത്ത് ജീവിച്ചത് കൊണ്ട് റസൂലുള്ളാഹിനെ നേരെ കണ്ടു എന്നുള്ളൊരു മഹത്വം അവർക്ക് കിട്ടിയെങ്കിലും ആ മഹത്വത്തിൽ അവർ അടിയുറച്ച് നിൽക്കാൻ അവർ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ കാലത്ത് ജീവിക്കുമ്പോൾ എന്തെങ്കിലും ചെറിയൊരു കുറവ് സംഭവിച്ചാൽ അടിച്ചു പോവാൻ, സൂൽ ഖാത്തിമ ഉണ്ടാവാനും നരക കൊള്ളിയാവാനും പെട്ടെന്ന് കാരണമാവും. റസൂലുള്ളാഹി പറഞ്ഞത് ചെറിയൊരു വാക്ക് കേൾക്കാതിരുന്നാൽ മതി. ഇപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത് പലതും നമ്മൾ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് സൂൽ ഖാത്തിമ പെട്ടെന്നുണ്ടാവില്ല. സന്തോഷമൊക്കെ ചെയ്യുമ്പോഴാണ് വലിയ പ്രശ്നം വരുന്നത്. സാധാരണ റസൂലുള്ളാഹി ഇവിടെ വാ എന്ന് പറഞ്ഞ് ചെന്നില്ലെങ്കിൽ തന്നെ അയാളെ കാര്യം തീരുമാനമാവും. റസൂലുള്ളാഹിക്ക് മനസ്സിക്ക് ചെറിയൊരു വെറുപ്പ് വരാൻ പാടില്ല റസൂലുള്ളാഹിന്റെ കാലത്ത് ജീവിക്കുമ്പോൾ. അപ്പോൾ കുറേ ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ റസൂലുള്ളാഹിന്റെ കൂടെ യുദ്ധത്തിൽ പങ്കെടുത്ത് അതൊക്കെ പ്രയാസങ്ങളാണ്. ആ പ്രയാസങ്ങളൊക്കെ സഹിച്ചിട്ടാണ് ബദർ, ഉഹദ്, ഖന്തക്ക്, ഹുനൈന് ഇങ്ങനെയുള്ള യുദ്ധത്തിലൊക്കെ റസൂലുള്ളാഹിന്റെ കൂടെ പോയി. റസൂലുള്ളാഹി വിളിച്ചാൽ പോകണ്ടേ? പോയില്ലെങ്കിൽ മുനാഫിക്കായി പോകൂലേ? റസൂലുള്ളാഹി ഓരോ ദിവസവും
യുദ്ധം വരുമ്പോൾ എല്ലാവരെയും അറിയിക്കൽ, എല്ലാവരും വരണം. പോയില്ലെങ്കിൽ എന്താ അവസ്ഥ? അപ്പം അത്ര കഷ്ടപ്പാട് അവർക്കുണ്ടായിട്ടുണ്ട് റസൂലുള്ളാഹിനെ ഉണർവിൽ കാണാൻ, അല്ല റസൂലുള്ളാഹിനെ ജീവിതകാലത്ത് കാണാൻ ഭാഗ്യം കിട്ടിയ ആളുകൾക്ക്. അത്ര പ്രയാസപ്പം ഇന്നില്ല റസൂലുള്ളാഹിനെ കാണാൻ. അതേ റസൂലുള്ളാഹിനെ ഒരു പോറലും സംഭവിക്കാതെ അതേ റസൂലുള്ളാഹിനെ ഉണർവിൽ കാണാൻ പറ്റും നമുക്ക്. ബദറിൽ പങ്കെടുത്ത അത്ര പണിയില്ല. എങ്ങനെയാണത്? അത് തന്നെ നമ്മൾ ഈ പറഞ്ഞ സംഭവങ്ങൾ. റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി, റസൂലുള്ളാഹിനെ പൊരുത്തം കൈവരിക്കാൻ ആവശ്യമായ സൽപ്രവർത്തനങ്ങൾ നാം വിവരിച്ചു. ആ സൽപ്രവർത്തനം കൊണ്ടെടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ബദറിൽ പങ്കെടുത്ത അത്ര അല്ലെങ്കിലും കുറച്ചൊരു പ്രയാസം ഉണ്ടാവും. ദേഹേച്ഛയെ അവഗണിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ പൊരുത്തത്തിലേക്ക് എത്താൻ വേണ്ടി രാപ്പകലുകൾ ശ്രമിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അപ്പം അവർക്കും പ്രയാസം ഉണ്ടായിട്ടുണ്ട്, നമുക്കും പ്രയാസമുണ്ട്. അപ്പം ഈ പ്രയാസം തരണം ചെയ്യാൻ നമ്മുടെ സുഖങ്ങളെ ത്യജിച്ചുകൊണ്ട് ഈ പ്രയാസം നമ്മൾ തരണം ചെയ്താൽ റസൂലുള്ളാഹിനെ ആദ്യം സ്വപ്നത്തിൽ കാണും, പിന്നെ ഉണർവിൽ കാണും, പിന്നെ അതിൽ പുരോഗതി ഉണ്ടാവും. അങ്ങനെയല്ലേ മഹാന്മാരൊക്കെ? ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാ പറയാണ്, എൻ്റെ ഷെയ്ഖ്, എൻ്റെ ഗുരു അബുൽ ഹമാഇൽ, അവർക്ക് എപ്പോൾ റസൂലുള്ളാഹിനെ കാണണമെങ്കിലും ഉണർവിൽ റസൂലുള്ളാഹിനോട് കാണാനും കാര്യങ്ങൾ ചോദിക്കാനും ഒക്കെ സാധിക്കുമായിരുന്നു. ഞങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില സംശയങ്ങൾ ചോദിക്കുമ്പോൾ ചിലതിന് പെട്ടെന്ന് ഉസ്താദ് മറുപടി പറയൂല. അത് ഞാൻ റസൂലുള്ളാഹിനോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറയും. എന്നിട്ട് ഷെയ്ഖ്, എൻ്റെ ഗുരു തല ഖമീസിൻ്റെ ഉള്ളിലേക്ക് താഴ്ത്തി വെച്ച് കുറച്ച് നേരം ഇരിക്കും. എന്നിട്ട് പറയും, ഇത് ആ വിഷയത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇപ്രകാരം എന്ന് മറുപടി പറയും. ആ മറുപടി വളരെ കറക്റ്റായിരിക്കും. പിന്നീട് സംഭവിക്കാൻ പോകുന്ന ചില സംഗതികളെ കുറിച്ചായിരിക്കും ചിലപ്പോഴൊക്കെ ചോദിച്ചിട്ടുണ്ടാവുക. ആ സംഭവിക്കാൻ പോകുന്ന മറുപടി റസൂലുള്ളാഹി പറഞ്ഞു എന്നാണ് പറഞ്ഞ് അത് കറക്റ്റായി സംഭവിക്കുകയും ചെയ്യും എന്നൊക്കെ ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാ അവരുടെ അനുഭവം പറയുന്നു. അങ്ങനെ എത്ര മഹാന്മാർ റസൂലുള്ളാഹിനെ ഉണർവിൽ കണ്ടവർ. അള്ളാഹു നമുക്ക് അതിനൊക്കെയുള്ള തൗഫീഖ് തരട്ടെ. മുത്തനബിൻ്റെ പൊരുത്തം കൈവരിക്കാൻ അവിടുത്തെ ഖൽബിൽ നാം അവിടുത്തെ ചെറിയൊരു മുഹിബായി, മെഹബൂബായി മുത്തനബിയുടെ ഖൽബിൽ നമ്മുടെ പേര് ഉണ്ടാവണം, നമ്മെക്കുറിച്ച് ഓർമ്മ വേണം. അതിന് അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.